കർഷകർക്കായി വമ്പൻ വാഗ്ദാനങ്ങൾ നൽകിയിരിക്കുകയാണ് കോൺഗ്രസ്. 5 ഗ്യാരണ്ടികളാണ് കോൺഗ്രസ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം രാജ്യത്തെ സ്ത്രീകൾക്കായി ചില ഉറപ്പുകൾ കോൺഗ്രസ് നൽകിയിരുന്നു. ഇതിനു പിന്നാലെയാണ് പുതിയ കാര്യങ്ങൾ കോൺഗ്രസ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കാർഷിക വിളകൾക്കുള്ള താങ്ങുവില നിയമപരമാക്കി മാറ്റുമെന്നാണ് കോൺഗ്രസിന്റെ സുപ്രധാന ഉറപ്പ്. GST നിയമങ്ങൾ കർഷകർക്ക് അനുകൂലമാക്കി മാറ്റുമെന്നും കോൺഗ്രസ് ഉറപ്പു പറഞ്ഞിട്ടുണ്ട്. കാർഷിക ഉൽപ്പന്നങ്ങളെ നികുതിയിൽ നിന്ന് ഒഴിവാക്കുമെന്നാണ് മറ്റൊരു പ്രഖ്യാപനം. ഇതിനായി GST നിയമം ഭേദഗതി ചെയ്യുമെന്നും കോൺഗ്രസിന്റെ ഉറപ്പിലുണ്ട്. കാർഷിക ഉൽപ്പന്നങ്ങൾക്കായി കയറ്റുമതി ഇറക്കുമതി നയം രൂപീകരിക്കും. അത് നടപ്പാക്കുകയും ചെയ്യും. ഇതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും കാർഷിക വിളകൾ ഇറക്കുമതിയും കയറ്റുമതിയും ചെയ്യുക. കർഷകരുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനായിരിക്കും ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുകയെന്ന് കോൺഗ്രസ് പറയുന്നുണ്ട്. ഈ നയം മാറ്റമില്ലാത്തതായിരിക്കും. ഇത് കർഷകർക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാനും സാധിക്കും. അതുകൊണ്ട് കർഷകർക്ക് മുൻതൂക്കം നൽകുന്നതായിരിക്കും ഈ നിയമം. ഭീമ സുരക്ഷാ ഇൻഷുറൻസ് പദ്ധതിയും ഇതോടൊപ്പമുള്ളതാണ്. പ്രധാനമന്ത്രി ഫസൽ ഭീമ യോജനയിൽ കാര്യമായ മാറ്റം കൊണ്ടുവരുമെന്നാണ് കോൺഗ്രസിന്റെ പ്രഖ്യാപനം. PM ഫസൽ ഭീമ യോജനയുടെ രൂപം മാറ്റും. ഇതുവഴി കർഷകർക്ക് ലഭിക്കുന്ന പേയ്മെന്റുകൾ കൃത്യമായി ലഭിക്കും. കർഷകർക്ക് വിളനാശമുണ്ടായാൽ 30 ദിവസത്തിനുള്ളിൽ നഷ്ടപരിഹാരം അവരുടെ അക്കൗണ്ടിലേക്ക് നേരിട്ടെത്തും. മറ്റൊന്ന് വായ്പ എഴുതിത്തള്ളുന്നതാണ്. ഇതിനായി സ്റ്റാൻഡിംഗ് കമ്മീഷനെ നിയമിക്കും. ഇവർ കർഷകരുടെ വായ്പ എഴുതിത്തള്ളും. എത്ര തുക വരെ തള്ളാനാവുമെന്ന കാര്യം കമ്മീഷൻ വിലയിരുത്തിയ ശേഷം തീരുമാനിക്കും. കാർഷിക വിളകൾക്ക് ശരിയായ വില കിട്ടുന്നതിന് നിയമം കൊണ്ടുവരും. താങ്ങുവില നിയമമാക്കും. ഇതിനായി പാർലമെന്റിൽ പ്രത്യേക നിയമം കൊണ്ടുവരും. MS സ്വാമിനാഥൻ കമ്മീഷൻ നിർദ്ദേശപ്രകാരം താങ്ങുവില ഏർപ്പെടുത്തും. അതേസമയം കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഈ ഗ്യാരണ്ടികൾ എക്സിൽ ട്വീറ്റ് ചെയ്തിട്ടുണ്ട്. രാജ്യത്തിന് അന്നം തരുന്നവർക്ക് എന്റെ സല്യൂട്ട്. സ്വന്തം വിയർപ്പും സന്തോഷവും ഉപയോഗിച്ച് ഈ രാജ്യത്ത് കൃഷി നടത്തുന്ന എല്ലാ കർഷകരുടെ ജീവിതവും മികവുറ്റാക്കാൻ കോൺഗ്രസ് ഈ 5 ഗ്യാരണ്ടികളിലൂടെ ശ്രമിക്കുകയാണ്. ഇതിലെ കാര്യങ്ങൾ അതുമാത്രം മുന്നിൽ കണ്ടുകൊണ്ടുള്ളതാണെന്നും രാഹുൽ ട്വിറ്ററിൽ കുറിച്ചു. യുവാക്കൾ, ആദിവാസികൾ, സ്ത്രീകൾ എന്നിവർക്കായി നടപ്പാക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് കോൺഗ്രസ് വലിയ പ്രഖ്യാപനങ്ങൾ ഇതുവരെ നടത്തിയിട്ടുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഏത് നിമിഷവും പ്രഖ്യാപിക്കാനിരിക്കെയാണ് കോൺഗ്രസ് കർഷകർക്കായി വലിയ വാഗ്ദാനങ്ങൾ നൽകിയിരിക്കുന്നത് എന്നതും എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. അതേസമയം BJP ഇന്ധനവില വിട്ടൊരു കളിയുമില്ല എന്ന മട്ടിലാണ്. കേന്ദ്ര സർക്കാർ പെട്രോളിനും ഡീസലിനും ലിറ്ററിന് 2 രൂപ വീതമാണ് കുറച്ചത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം നടക്കാനിരിക്കെയാണ് കേന്ദ്ര സർക്കാർ ഇന്ധനവിലയിൽ കാര്യമായ കുറവ് വരുത്തിയിരിക്കുന്നത്. കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരിയാണ് ട്വിറ്ററിലൂടെ ഇക്കാര്യം പ്രഖ്യാപിച്ചത്. വിലക്കുറവ് പ്രഖ്യാപിച്ചതിനൊപ്പം നരേന്ദ്രമോദി സർക്കാരിനെ അദ്ദേഹം പുകഴ്ത്തുകയും ചെയ്തു. പെട്രോൾ, ഡീസൽ വിലകൾ 2 രൂപ കുറച്ചതിലൂടെ കോടിക്കണക്കിന് വരുന്ന ഇന്ത്യൻ കുടുംബങ്ങളുടെ ക്ഷേമമാണ് എപ്പോഴും തന്റെ ലക്ഷ്യമെന്ന് പ്രധാനമന്ത്രി ഒരിക്കൽ കൂടി തെളിയിക്കുകയാണെന്നായിരുന്നു മന്ത്രി ട്വിറ്ററിൽ കുറിച്ചത്. നേരത്തെ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഗാർഹിക പാചക വാതക സിലിണ്ടറിന് കേന്ദ്ര സർക്കാർ 100 രൂപ കുറച്ചിരുന്നു. ഇതിന്റെ തുടർച്ചയായാണ് ഇന്ധനവിലയിലും കുറവ് വരുത്തിയിരിക്കുന്നത്. എണ്ണ കമ്പനികളാണ് നിലവിൽ പെട്രോൾ, ഡീസൽ വില കുറച്ചിരിക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ പെട്ടെന്നുള്ള ഈ നീക്കത്തിന് പിന്നിൽ തെരഞ്ഞെടുപ്പ് ഏതു നിമിഷവും പ്രഖ്യാപിച്ചേക്കാമെന്ന ധാരണ തന്നെയാണ്. എന്തായാലും കേന്ദ്രത്തിന്റെ പ്രഖ്യാപനങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ മാത്രമേ ആയുസുള്ളൂ.